ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിലേക്ക് കടക്കുകയാണ്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. നമ്മുടെ ഒരു ശുശ്രൂഷ, പെരുന്നാൾ ശുശ്രൂഷ ക്രമത്തിൽ ദേവാലയത്തിൽ വായിക്കുന്ന എവങ്കേലിയോൻ ഭാഗത്തിന്റെ ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ഏത് പെരുന്നാളിൽ വായിക്കുന്ന എവങ്കേലിയോൻ ഭാഗമാണ്? ആർക്കെങ്കിലും ഉത്തരം പറയാമെങ്കിൽ സമ്മാനമില്ല. ഇനി ഞാൻ ക്ലൂ തരാം. ഇനി ഉത്തരവില്ല, ഉത്തരവിന് സമ്മാനമില്ല കേട്ടോ. ഉത്തരത്തിന് സമ്മാനമില്ല. ഒരു 3 മാസം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം മുമ്പ് ഈ ദേവാലയത്തിൽ നടന്ന ഒരു ശുശ്രൂഷയിൽ പെരുന്നാളിൽ വായിച്ചു കേട്ട ഏതെങ്കിലും ഒരു ഭാഗമാണ്. ഏത് പെരുന്നാളിലാണ്? ഇനിയെങ്കിലും ഒന്ന് പറയാമോ? ഇവിടെ വന്നാലും വന്നാൽ ക്രിസ്മസിനോ? അയ്യോ, ചൂലിട്ടോ നിങ്ങള്? എന്തോ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ഉറച്ചൊക്കെ പറഞ്ഞേ. ഏത് പെരുന്നാൾ? ആരാണ്ടൊരാൾ പറഞ്ഞു, അതാ ഞാൻ ചോദിച്ചത്. ആരാണ്ടൊരാൾ ഇവിടെ പറയുന്നുണ്ട്, ഉറക്കെ പറഞ്ഞേ. ദനഹാ പെരുന്നാളിൽ, നമ്മുടെ കർത്താവിന്റെ മാമോദീസായി ദനഹാ പെരുന്നാളിന്റെ ശുശ്രൂഷയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഏതെങ്കിലും ഭാഗത്തിലെ സുവിശേഷ ഭാഗമാണ് വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എന്ന് പറയുന്നത്. അതിൽ 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നത് നമ്മുടെ കർത്താവായ യേശു മിശിഹ യഹൂദിയയിൽ നിന്ന് ഗലീലയിലേക്ക് ഒരു യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയ്ക്ക് അവൻ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ശമര്യരുടെ പ്രദേശം വഴി യേശു തമ്പുരാൻ യഹൂദിയയിൽ നിന്ന് ഗലീലയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് തങ്ങൾക്ക് സമ്പർക്കമില്ലാത്ത ഒരു പ്രദേശമാണ് എന്ന് പറയുന്നത് ശമര്യർ എന്ന് പറയുന്നത്, ആ പ്രദേശം എന്ന് പറയുന്നത്. പക്ഷെ യേശു തമ്പുരാനെ സംബന്ധിച്ച് എന്തോ മുൻകൂട്ടി ഉറപ്പിച്ച് നിശ്ചയിച്ച് ഈ ശമര്യരുടെ പ്രദേശം വഴി ഒരു യാത്ര നടത്തുവാനായിട്ട് യേശു തമ്പുരാൻ തീരുമാനിച്ച് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഈ യാത്ര സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്ന് നിൽക്കുകയാണ്. അവിടെ ഒരു കിണറിന്റെ അരികിൽ യേശു തമ്പുരാൻ നിൽക്കുന്നു. ആ കിണറിന്റെ അരികിലേക്ക് ശമരിയക്കാരി സ്ത്രീ കടന്ന് വരികയാണ്. ആ കിണറിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ആരുടെ കിണറാണ്? ഈ യാക്കോബിന്റെ കിണറാണ് ആ കിണർ. യൗസേപ്പിന്റെ വയലിനരികിലുള്ള ഈ യാക്കോബിന്റെ കിണറിന്റെ അരികിലേക്ക് യേശു തമ്പുരാൻ വന്നു നിൽക്കുകയാണ്. അവിടെ ശമരിയക്കാരി സ്ത്രീയും വന്നു നിൽക്കുകയാണ്. നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോൾ തന്നെ ഒരു വാഗ്മയ ചിത്രം കടന്നു വരും. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സൺഡേ സ്കൂളിലും OVDSലും ഒക്കെ നമ്മുടെ പെരുന്നാളുകളിലും ഒക്കെ വിവിധ പ്ലോട്ടുകളായിട്ടും നാടകങ്ങളായിട്ടും ഒക്കെ നമ്മൾ അവതരിപ്പിക്കുകയും കാണുകയും ഒക്കെ ചെയ്ത സുപരിചിതമായ ഒരു വേദഭാഗമാണ് സുഖാർ എന്ന് പറയുന്ന പട്ടണവും ആ കിണറും യേശു തമ്പുരാനും ശമരിയക്കാരി സ്ത്രീയും. ഈ ശമരിയക്കാരി സ്ത്രീ ഏത് സമയത്താണ് ആ കിണറിന്റെ അരികിലേക്ക് വരുന്നത്? വേദോസ്തിൽ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വേദോസ്തിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഏകദേശം 6 മണി സമയമായപ്പോൾ. ഈ 6 മണി എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്കിലെ സമയപ്രകാരം എത്ര സമയമാണ്?
ഏ എത്ര? അതിനുത്തരം പറയുന്നവർക്ക് സമ്മാനിക്കണം. ഉച്ചയ്ക്ക് 12 മണി. അങ്ങനെയാണെങ്കിൽ 9-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ സമയപ്രകാരം എത്രയാണ്? 3 മണി. 3-ാം മണി എന്ന് പറയുന്നത് രാവിലെ 9 മണി. സന്ധ്യാസൂത്താറ, രാത്രി നമസ്കാരം, അതിന്റെ കൗമാരം, പ്രഭാതം, ഇങ്ങനെയാണ് നമ്മുടെ യാമ നമസ്കാരത്തിന്റെ ചക്രം കിടക്കുന്നത്. സാന്ദർഭികമായി ഞാൻ ഓർമ്മിച്ചതേ ഉള്ളൂ. എന്നാൽ ഈ ശമരിയാക്കാരി സ്ത്രീ ഏകദേശം 6-ാം മണി സമയമായപ്പോൾ, അതായത് നട്ടുച്ച സമയത്ത്, നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നട്ടുച്ച, ആ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നട്ടുച്ച സമയത്ത് ഈ ശമരിയാക്കാരി സ്ത്രീ ഈ കിണറിന്റെ അരികിലേക്ക് കടന്ന് വരികയാണ്. സാധാരണഗതിക്ക് ഇപ്പോൾ നമ്മുടെ വേനലിലെ ആധിക്യമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവീയ പിതാക്കന്മാരൊക്കെ ജലക്ഷാമം വരുമ്പോഴേ ദേശത്ത് എവിടെയെങ്കിലും ഒരു വെള്ളമുള്ള കിണറ് കാണും. ഇന്നത്തെ കാലഘട്ടത്തിൽ ജലക്ഷാമം വന്നാൽ നമുക്ക് എന്തോ കിട്ടും? ലോറിയിൽ ടാങ്കിൽ കൊണ്ടുവന്നിട്ട് ടാങ്കറിൽ എന്തോ വെള്ളം അടിച്ചു. പക്ഷെ പണ്ട് പൂർവികര്, നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ആ ദേശത്ത് എവിടെയെങ്കിലും ഒരു കിണറ്റിൽ വെള്ളം കാണും. ആ വെള്ളം കോരാൻ എപ്പോഴായിരിക്കും നമ്മുടെ പിതാക്കന്മാർ പോയിരുന്നത്? എപ്പോഴായിരിക്കും പോയിരുന്നത്? ഒന്നുകിൽ അതിരാവിലെ പോകും, അല്ലെങ്കിൽ വൈകുന്നേരം പോകും. പക്ഷെ ശമരിയാക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എപ്പോഴാണ് പോകുന്നത്? നട്ടുച്ച സമയത്ത് സൂര്യൻ ഉച്ചസ്ഥായിയിൽ ഉദിച്ചു നിൽക്കുമ്പോൾ, വെയിലിന്റെ അതികാഠിന്യം, ചൂടിന്റെ അതികാഠിന്യം ഉള്ളപ്പോൾ ഈ ശമരിയാക്കാരി സ്ത്രീ ഈ കിണറിന്റെ അരികിലേക്ക് വെള്ളം കോരുവാനായിട്ട് പോവുകയാണ്. എന്തിനായിരിക്കും ഈ ഉച്ച സമയത്ത് വെള്ളം കോരുവാൻ പോയത്? സാധാരണ അതിരാവിലെ വൈകുന്നേരമല്ലേ പോകുന്നത്. ഉച്ച സമയത്ത് എന്തിനായിരിക്കും പോയത്? കൂടുതൽ വെള്ളം കോരി എടുക്കാനാണ്? അല്ല, പിന്നെന്തിനായിരിക്കും? ശമരിയാക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിരാവിലെ വെള്ളം കോരുവാൻ പോകുമ്പോൾ ആ കിണറിന്റെ അരികിൽ ധാരാളം ആൾക്കാർ കാണും. വൈകുന്നേരം വെള്ളം കോരുവാൻ പോകുമ്പോൾ ആ കിണറിന്റെ അരികിൽ ധാരാളം ആൾക്കാർ കാണും. ആ കാണുന്നവര് ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ അവൾ ഭയപ്പെട്ടിരുന്നു. അവിടെ കാണുന്ന ജനത്തെ അഭിമുഖീകരിക്കുവാൻ അവൾ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആരോരുമില്ലാത്ത നട്ടുച്ച സമയത്ത് ഈ ശമരിയാക്കാരി സ്ത്രീ ഈ കിണറിന്റെ അരികിലേക്ക് നടന്ന് വരികയാണ്. വേദശാസ്ത്രജ്ഞന്മാർ, പണ്ഡിതന്മാർ പറയുന്നത് പ്രകാരമാണ് ആ കിണറിനേക്കാൾ ആഴമുള്ള ഹൃദയത്തിന്റെ വേദനയുമായിട്ടായിരുന്നു ഈ ശമരിയാക്കാരി സ്ത്രീ ജീവിച്ചത്. ആ കിണറിന്റെ ആഴത്തേക്കാൾ ആഴമുള്ള ഹൃദയത്തിന്റെ വേദനയുമായിട്ടായിരുന്നു ആ ശമരിയാക്കാരി സ്ത്രീ ജീവിച്ചത്. ഈ ശമരിയാക്കാരി സ്ത്രീ യേശു തമ്പുരാനും തമ്മിലുള്ള ദീർഘമായ ഒരു സംഭാഷണം, വേദപുസ്തകത്തിൽ ഇത്രമേൽ ദീർഘമായ സംഭാഷണം യേശു തമ്പുരാൻ നടത്തിയ മറ്റൊരു വ്യക്തി ഉണ്ടോ എന്നുള്ളത് സംശയകരമായ കാര്യമാണ്. യേശു തമ്പുരാനും ശമരിയാക്കാരി സ്ത്രീ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന 3 ചിന്തകൾ അല്പസമയം കൊണ്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം ആരെങ്കിലും വായിക്കൂ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനെ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യേശു തമ്പുരാൻ ശമരിയാക്കാരി സ്ത്രീയോട് വളരെ കൃത്യമായിട്ട് 2 കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിരിക്കും. ഞാനൊരു
വെള്ളം നിനക്ക് തരും. ആ വെള്ളം നീ കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു നാളും നിനക്ക് ദാഹം ഉണ്ടാകില്ല. നിന്റെ ജീവിതത്തിൽ ഞാൻ തരുന്ന വെള്ളം നീ കുടിച്ചു കഴിഞ്ഞാൽ നിത്യജീവന്റെ അച്ചാരം നിനക്ക് ലഭ്യമാകുമെന്ന് ഈ സ്ത്രീയോട് വളരെ കൃത്യമായിട്ട് യേശുദമ്പുരാൻ പറയുകയാണ്. ഒന്നാമതായിട്ട് ഈ സ്ത്രീയോട് യേശുദമ്പുരാൻ പറയുകയാണ്, യു മസ്റ്റ് ബി മെഡിറ്റേറ്റ് ദ ഒറിജിൻ ഓർ ദ സോഴ്സ് ഓഫ് യുവർ ലൈഫ്. നീ നിന്റെ ജീവന്റെ ഉറവിനെ ഒന്ന് ധ്യാനിക്കണം. യു മസ്റ്റ് ബി മെഡിറ്റേറ്റ് ദ ഒറിജിൻ ഓർ സോഴ്സ് ഓഫ് യുവർ ലൈഫ്. നീ നിന്റെ ജീവന്റെ ഉറവിനെ ഒന്ന് ധ്യാനിക്കണം. ശമരിയാക്കാരി സ്ത്രീയോട് പറയുകയാണ്, നീ ഇപ്പോൾ വന്നു നിൽക്കുന്നത് വറ്റിപ്പോകുന്ന കിണറിന്റെ അരികിലേക്കാണ്. പക്ഷെ അതിനകത്ത് ഒരു ജീവജലം തരുന്ന ഉറവുണ്ട്. ആ ഉറവിനെ നീ ഒന്ന് ധ്യാനിക്കണമെന്ന് യേശുദമ്പുരാൻ ശമരിയാക്കാരി സ്ത്രീയോട് പറയുകയാണ്. ഈ ശമരിയാക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെയധികം ആത്മാഭിമാനത്തോടും വളരെയധികം അഹങ്കാരത്തോടും കൂടിയാണ് ഈ കിണറിന്റെ അരികിൽ വന്ന് നിൽക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ, അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് നൽകിയത്. യേശുദമ്പുരാനോട് ശമരിയാക്കാരി സ്ത്രീ പറയുകയാണ്, ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ, അവനാണ് ഞങ്ങൾക്ക് ഈ കിണറ് നൽകിയത് എന്ന് പറയുകയാണ്. അവൾക്ക് ലഭിച്ചതായ യാക്കോബിന്റെ കിണറിൽ വല്ലാണ്ടങ്ങ് ആത്മാഭിമാനം കൊണ്ടുകൊണ്ടാണ് അവൾ വന്നു നിൽക്കുന്നത്. അവൾക്ക് ലഭിച്ചതായ പാരമ്പര്യത്തിൽ വല്ലാതെ അഹങ്കരിച്ചുകൊണ്ടാണ് ശമരിയാക്കാരി സ്ത്രീ ആ കിണറിന്റെ അരികിൽ വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് യേശുദമ്പുരാൻ അവളോട് പറയുന്നത്, ശമരിയാക്കാരി സ്ത്രീയെ, നീ ധ്യാനിക്കേണ്ടത് നിന്റെ പാരമ്പര്യമായി ലഭിച്ച വറ്റിപ്പോകുന്ന കിണറിനെയല്ല, വറ്റിപ്പോകാത്ത ജീവന്റെ ഉറവിനെയാണ്. പലപ്പോഴും ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആശ്രയിക്കുന്നത് എന്തില്ല? വറ്റിപ്പോകുന്ന കിണറിലാണ്. വറ്റിപ്പോകാത്ത ജീവന്റെ ഉറവിനെ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് ഈ പരിശുദ്ധമായ നോമ്പും നമ്മളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു തമാശ കഥ പ്രകാരം കേട്ടത് ഓർക്കുകയാണ്. വിശേഷയിനം കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഒരു കട. കടയിൽ വിവിധ ദേശങ്ങളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്ന് വന്ന് ആൾക്കാര് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇതിന്റെ രഹസ്യം അറിയുവാനായിട്ട് ആഗ്രഹിച്ച് ആ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്ന കടയിലേക്ക് വന്നു. അങ്ങനെ വന്ന് അവിടെ നിന്ന് കുറച്ചൊക്കെ നേരം ആ കടയിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, വിവിധയിടങ്ങളിൽ നിന്ന്, ദേശങ്ങളിൽ ധാരാളം ആളുകൾ വന്ന് ഈ കടയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ വരുന്ന മനുഷ്യരോടൊക്കെ ഇദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വാങ്ങിക്കൊണ്ടു പോകുന്ന കോഴിക്കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായാൽ ധാരാളം മുട്ട നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ഈ വാങ്ങിക്കൊണ്ടു പോകുന്ന മനുഷ്യരൊക്കെ പറയുകയാണ്, ഞങ്ങൾ ഇതുവരെ വാങ്ങിക്കൊണ്ടുപോയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായിട്ടും അങ്ങനെ മുട്ടയൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുവാണെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്തുവാ? രാവിലെയും വൈകിട്ടും മുട്ട കിട്ടിയ സന്തോഷം. ഇദ്ദേഹം രണ്ടാമത് ഒരു ചോദ്യം ചോദിക്കുകയാണ് അവിടെ വരുന്ന ആൾക്കാരോട്, നിങ്ങൾ ഈ വാങ്ങിക്കൊണ്ടു പോകുന്ന കോഴിക്കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായാൽ ധാരാളം ഇറച്ചി ലഭ്യമാകുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാലും ഈ വാങ്ങിക്കൊണ്ടു പോകുന്ന മനുഷ്യർ പറയുകയാണ്, അങ്ങനെ ഇറച്ചി കിട്ടത്തില്ല. നമ്മളൊക്കെയാണ് ഒരു കോഴിക്കുഞ്ഞിനെ വളർന്ന് വലുതാക്കിയാൽ ഒന്നുകിൽ മുട്ട കിട്ടണം, അല്ലെങ്കിൽ മാംസം കിട്ടണം. ഇതാണ് നമ്മളുടെ ആഗ്രഹം.
ഈ മനുഷ്യന്റെ മനസ്സിൽ, ഇതിന്റെ രഹസ്യം അറിയുവാൻ വന്ന മനുഷ്യന്റെ മനസ്സിൽ പെട്ടെന്ന് വളരെയധികം ആശ്ചര്യമുളവായി. കാരണം മുട്ടയും കിട്ടത്തില്ല, മാംസവും കിട്ടത്തില്ല. ആ കടയിലെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ കടയുടെ ഉടമസ്ഥന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാനിവിടെ കുറച്ചധികം നേരമായി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് വന്ന മനുഷ്യരോടൊക്കെ 2 ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ വിൽക്കുന്ന കോഴി വളർന്ന് വലുതായാൽ മുട്ട കിട്ടുമോ? ഇല്ല എന്നാണ് പറഞ്ഞത്. ഇറച്ചി കിട്ടുമോ? ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താണ് നിങ്ങൾ വിൽക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു. അന്നേരം കടയുടമസ്ഥൻ ഈ ചോദ്യം ചോദിച്ച വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ആ, ഞാൻ ക്രിസ്ത്യാനിയാണ് പറഞ്ഞു. വേദപുസ്തകം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും വിചാരണയുടെയും വേളയിലെ സന്ദർഭങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ പത്രോസ് തള്ളിപ്പറയുന്ന ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറയുമ്പോൾ കോഴി കൂകിയതായിട്ടുള്ള വേദഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കൂകിയ കോഴിയുടെ പിൻതലമുറയിൽപ്പെട്ട കോഴിയാണ് ഞാൻ ഇവിടെ വിൽക്കുന്നത് എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ പ്രകാരം തന്നെ ചില പാരമ്പര്യങ്ങളിലൊക്കെ ആത്മാഭിമാനം കൊണ്ടുകൊണ്ട നമ്മുടെ ജീവിതവും മുൻപോട്ട് നയിക്കുന്നത്. പരിശുദ്ധമായ ഈ നോമ്പ് 40 ദിവസം നമ്മൾ നോറ്റു. ഉപവാസത്തോടും ദണ്ഡനമസ്കാരത്തോടും പ്രാർത്ഥനകളോടും ഒക്കെ നോറ്റു. പക്ഷെ ഇതിന്റെ ആസ്വാദനം നമ്മളുടെ പിൻതലമുറയ്ക്ക് കൈമാറുവാൻ സാധ്യമായില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ നോമ്പ് നമുക്ക് എന്താണ് നൽകുന്നത്? പാരമ്പര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ അതിന് കഴമ്പില്ല എങ്കിൽ യാതൊരു കാര്യവുമില്ല. ഇവിടെ ശമരിയാക്കാരി സ്ത്രീയോട് ക്രിസ്തു അസന്നിഗ്ധമായി അവളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ടുകൊണ്ട് നീ വന്നിരിക്കുന്ന ഈ കിണറ് വറ്റിപ്പോകുന്ന കിണറാണ്. പക്ഷെ നിനക്ക് ജീവന്റെ ഉറവ എന്ന് പറയുന്നുണ്ട്. ആ ജീവന്റെ ഉറവയെ നീ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് തയ്യാറാകണമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ ഈ ദിവസങ്ങളിലൂടെ പൂർത്തീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും നമ്മുടെ ജീവന്റെ ഉറവിനെ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് തയ്യാറാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ ദൈവമേ, ഞാൻ പലപ്പോഴും ധ്യാനിക്കുന്നത് വറ്റിപ്പോകുന്ന കിണറിനെയാണല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, വറ്റിപ്പോകുന്ന കിണറിനെയല്ല, വറ്റിപ്പോകാത്ത ജീവന്റെ ഉറവിനെ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് തയ്യാറാകണം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ 32-ാം അധ്യായം മുഴുവൻ ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നുണ്ട്. തന്റെ സഹോദരനിൽ നിന്ന് ജ്യേഷ്ഠ അവകാശം നേടിയെടുത്തൊരു മനുഷ്യൻ, തന്റെ പിതാവിനെ കബളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിയ ഒരു മനുഷ്യൻ. ഇതാ ഒരു പകലിൽ ആരോരോടും ഒരു വാക്കും പറയാതെ സ്വഭവനത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരെന്തുവാ? ഇത്രയൊക്കെ പറഞ്ഞിട്ടൊന്നും അറിയത്തില്ലേ? യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു ദിവസം തന്റെ ഭവനത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അങ്ങനെ പോയ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ 20 വർഷങ്ങൾക്ക് ശേഷം സ്വഭവനത്തിലേക്ക്, സ്വദേശത്തേക്ക് തിരികെ വരികയാണ്. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ യാബോക്ക് കടവിൽ വെച്ച് ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ദൂതനുമായിട്ട് ഒരു മൽപിടുത്തത്തിൽ ഏർപ്പെടുന്നുണ്ട്. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വഭവനത്തിൽ നിന്ന് പോകുമ്പോൾ അവന്റെ കയ്യിൽ എന്തു മാത്രമേ ഉള്ളായിരുന്നു? ഒരു വടി മാത്രമേ ഉള്ളായിരുന്നു. ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ 20 വർഷങ്ങൾക്ക് ശേഷം സ്വഭവനത്തിലേക്ക്, സ്വദേശത്തേക്ക് തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ 2 ഭാര്യമാരുണ്ട്, 2 ദാസിമാരുണ്ട്, 11 പുത്രന്മാരുണ്ട്, കന്നുകാലികളുണ്ട്, ആടുമാടുകളുണ്ട്, സർവ സമ്പത്തുകളുമുണ്ട്.
ഇങ്ങനെയാണ് ഈ മനുഷ്യൻ ഇവിടെ യാബോക്ക് കടവിൽ വന്ന് നിൽക്കുന്നത്. അവിടെ ദൈവത്തിന്റെ ദൂതനുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തുകയാണ്. ആ മൽപ്പിടുത്തം സന്ധ്യയ്ക്ക് തുടങ്ങി ഉഷസ് വരെ നീണ്ടുനിന്നു. ആ മൽപ്പിടുത്തത്തിന്റെ അവസാനം ആരും അങ്ങോട്ട് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടത്തിൽ ഒരു തട്ടിട്ടു. അങ്ങനെ ആ മൽപ്പിടുത്തം ഒന്ന് വിടുകയാണ് ചെയ്തത്. പക്ഷെ നമുക്ക് ഇപ്രകാരം വേണേൽ ചിന്തിക്കാം, യാക്കോബ് ഒരു പരിധി വരെ അവിടെ ഒന്ന് പരാജയപ്പെട്ട് പോവുകയാണ്. വേദപുസ്തകത്തിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുവാൻ ഏറ്റവും യോഗ്യനായ ഒരു മനുഷ്യനായിരുന്നു ആര്? യാക്കോബ്. കാരണം മറ്റൊന്നുമല്ല, അവൻ എന്തോ ഉണ്ടായിരുന്നു, 11 പുത്രന്മാരുണ്ടായിരുന്നു. നമ്മുടെ പൂർവിക പിതാക്കന്മാര് ഈ നാൽക്കവലുകളിലൊക്കെ വൈകുന്നേരം ഇറങ്ങിയിരിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കശവിഷയം ഉണ്ടായാൽ ഏതാടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് ചോദിക്കുവാൻ ഞങ്ങൾക്ക് 2, 3, 4 മക്കളുണ്ട് എന്ന് പറയുന്ന പൂർവിക പിതാക്കന്മാർ നമുക്ക് ഉണ്ടായിരുന്നു. യാക്കോബും അപ്രകാരം തന്നെയായിരുന്നു. 11 പുത്രന്മാരുണ്ടായിരുന്നു. പക്ഷെ ദൈവം അവനോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ബലമാകുമെന്ന് നീ ചിന്തിക്കുന്ന 11 പുത്രന്മാർ വറ്റിപ്പോകുന്ന കിണറാണ് യാക്കോബേ എന്ന് യാക്കോബിനെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ ബലമാകുന്നു എന്ന് നീ ചിന്തിക്കുന്ന 2 ദാസിമാരും 2 ഭാര്യമാരും അവരും വറ്റിപ്പോകുന്ന കിണറാണ് എന്ന് യാക്കോബിനെ ദൈവതമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. യാക്കോബിനോട് പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്, നീ സമ്പാദിച്ച സർവ്വസമ്പത്തുകളും കന്നുകാലികളും ആടുമാടുകളും ഒക്കെ യാക്കോബെ വറ്റിപ്പോകുന്ന കിണറാണ് എന്ന് യാക്കോബിനെ ദൈവതമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. യാക്കോബെ, ഈ ലോകത്തിന്റെ ബലമാകുന്ന കിണറുകളൊക്കെ വറ്റിപ്പോകും. വറ്റിപ്പോകാത്ത ജീവന്റെ ഉറവിനെ നീ ഒന്ന് ധ്യാനിക്കണമെന്ന് യാക്കോബിനോട് ദൈവതമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കോവിഡ് കാലഘട്ടം വന്നു. ആ സമയത്ത് ഈ ദേവാലയത്തിന്റെ അകത്തളത്തിലേക്ക് ഒന്ന് വരുവാൻ പോലും സാധ്യമാകാതെ, എന്റെ ദൈവത്തിന്റെ സാമീപ്യത്തിന്റെ അരികിലേക്ക് ഒന്ന് വന്നു നിൽക്കുവാൻ സാധ്യമാകാതെ, പരസ്പരം അടുത്തുള്ള ജനവിഭാഗത്തെ ഒന്ന് കാണുവാൻ സാധ്യമാകാതെ നമ്മൾ കഴിച്ചുകൂട്ടിയ നാളുകളുണ്ട്. പ്രളയത്തിന്റെ അനുഭവം വന്ന നാളുകളുണ്ട്. ഈ നാളുകളിലൊക്കെ നമ്മളുടെ ഭവനങ്ങൾ എന്തായി മാറിയിരുന്നു? ദേവാലയങ്ങൾ ആയി മാറിയിരുന്നു. അന്നൊക്കെ നമ്മൾ വറ്റിപ്പോകാത്ത ജീവന്റെ ഉറവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ മുട്ടിപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, എനിക്ക് കോവിഡിന്റെ രോഗം വരരുത്. അഥവാ കോവിഡിന്റെ രോഗം എന്നെ പിടിപെട്ടാൽ എന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹിതമുള്ള ഒരു ബെഡെങ്കിലും എനിക്ക് വേണ്ടി കരുതി വെക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അക്കാലഘട്ടത്തിലൊക്കെ വറ്റിപ്പോകാത്ത ജീവന്റെ ഉറവിലേക്കായിരുന്നു നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും അപേക്ഷകളും ഒക്കെ. പ്രതിസന്ധികൾ മാറി, പ്രയാസങ്ങൾ മാറി, ലോകം പഴയ ക്രമത്തിലേക്ക് പോയപ്പോൾ നമ്മളും അറിയാതെ തന്നെ നമ്മുടെ ജീവിതം പഴയ ക്രമത്തിലേക്ക് കൊണ്ടുപോയി. വറ്റിപ്പോകുന്ന കിണറുകളിലേക്ക് നമ്മൾ നമ്മുടെ ആശ്രയങ്ങൾ വെച്ചുപോയി. ലോകത്തിലെ അതിപ്രശസ്തനായ ഒരു കാർ റേസറുണ്ട്. F1 റേസിംഗിൽ ഫെറാറി എന്ന് പറയുന്ന കാറുമായി ലോകത്തിലെ അതിനായകനായ ചാമ്പ്യനായി തുടർച്ചയായി നിന്ന ഒരു മനുഷ്യൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും, മൈക്കിൾ ഷുമാക്കർ എന്ന് പറയുന്ന മനുഷ്യൻ. ലോകത്തിലെ അതിനായകനായ ചാമ്പ്യനായി തുടർച്ചയായി നിന്നൊരു മനുഷ്യൻ. 2013 അദ്ദേഹത്തിന്റെ ഒരു അവധിക്കാലം ആഘോഷിക്കുവാൻ വേണ്ടി ഐസ് സ്കേറ്റിംഗിൽ മഞ്ഞു മലകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ സ്കേറ്റിംഗ് നടത്തിയതാണ്. ഒന്ന് തെന്നി വീണു, തലയിടിച്ചു വീണു.
ഇന്ന് വരെ അദ്ദേഹത്തിന്റെ പഴയ ജീവിതത്തിലേക്കൊന്ന് തിരികെ പോകുവാൻ അദ്ദേഹത്തിന് സാധ്യമായിട്ടില്ല. ജർമ്മനിയിലെ റിഹാബ് സെന്ററിൽ ഇന്നും അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ലോകത്തിലെ അതിപ്രശസ്തരായ ഡോക്ടർമാർ മുഴുവൻ വന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജന്മദിനത്തിൽ മലയാള മനോരമയിലെ സൺഡേ സപ്ലിമെന്റിൽ ഒരു ഫീച്ചർ അദ്ദേഹത്തെ പറ്റി വന്നു. ആ ഫീച്ചറിൽ കുറിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: ഒരു മാസത്തിന് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടത് 94 ലക്ഷം രൂപയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമ്പാദിച്ചതായ സമ്പാദ്യങ്ങൾ ഒന്നും അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ആ കാഠിന്യത്തിന്റെ അനുഭവത്തിൽ നിന്ന് മുക്തി നൽകുവാൻ സാധ്യമാകുന്നില്ല എന്നുള്ളത് വാസ്തവമായ നമ്മുടെ മുമ്പിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു സത്യമാണ്. പലപ്പോഴും ആശുപത്രികളിൽ കയറി ഇറങ്ങുമ്പോൾ നമ്മളും പരിതപിക്കാറുണ്ട്, എനിക്കെന്ത് സൗഖ്യം ലഭിക്കുന്നില്ല എന്ന്. ആശുപത്രിയിൽ നമുക്ക് എന്ത് മാത്രമേ ലഭിക്കത്തുള്ളൂ? ചികിത്സ മാത്രമേ ലഭിക്കത്തുള്ളൂ. സൗഖ്യം തരുന്നത് എൻ്റെ ദൈവസന്നിധിയിലാണ്. ആ സൗഖ്യദായകമായ അനുഭവത്തിന്റെ വിവിധ തലങ്ങളെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പങ്കുവെച്ചല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ജീവന്റെ ഉറവിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങി വന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ശമരിയാക്കാരി സ്ത്രീയോട് യേശുതമ്പുരാൻ പറയുകയാണ്, നീ നിന്റെ ജീവന്റെ ഉറവയൊന്ന് ധ്യാനിക്കണമെന്ന് പറയുകയാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പറ്റാത്ത കിണറാണെന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്ന ഒന്നുണ്ട്. നമ്മളുടെ മക്കൾ. പലപ്പോഴും ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ജെൻസി തലമുറയിൽ പലപ്പോഴും അവർ വറ്റിപ്പോകുന്ന കിണറുകളായി നമ്മളുടെ ജീവിതത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തനാപുരത്ത് ഒരു 5 വർഷം മുമ്പ് നടന്ന ഒരു കാര്യമുണ്ട്. ഒരമ്മ തനിച്ചാണ് താമസിക്കുന്നത്. ഈ അമ്മയ്ക്ക് 3 മക്കളുണ്ട്. വിദേശങ്ങളിൽ കുടുംബവുമായി അവര് ജീവിക്കുകയാണ്. ഈ അമ്മയുടെ അയൽപ്പക്കത്തുള്ളവരൊക്കെ വന്ന് ഇടയ്ക്കൊക്കെ ഈ അമ്മയെ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരു 3 ദിവസമായിട്ട് ഈ അമ്മയെ പുറത്തോട്ടൊന്നും കാണുന്നില്ല. അയൽപ്പക്കത്തുള്ളവരൊക്കെ വന്ന് ഈ വീടിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിച്ചു. അമ്മയെ പുറത്തൊന്നും കാണുന്നില്ല. വീട് തുറന്ന് അവരെ അകത്ത് കയറി. ഈ അമ്മയുടെ കിടപ്പുമുറിയിൽ മരിച്ച് ഉഴുവരിച്ച് കിടക്കുകയാണ്. പോലീസുകാരെ ഇവരും അറിയിച്ചു. പോലീസുകാര് വന്ന് ഈ അമ്മയുടെ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റി. മക്കളെ 3 പേരെയും പോലീസുകാർ വിളിച്ചു. മക്കളുടെ മറുപടി എന്തായിരുന്നു? ഞങ്ങൾക്ക് വരുവാൻ സാധ്യമല്ല. ഇന്നത്തെ പല മക്കളും നമ്മളുടെ ദേഹയോഗത്തിൽ പറയുവാൻ പോകുന്ന മറുപടിയും ഇത് തന്നെയാണ്. നിങ്ങൾ ലൈവ് ഇട്ടോ, ഞങ്ങൾ കണ്ടോളാം, വരുവാൻ സാധ്യമല്ല. പോലീസുകാര് സ്വതസിദ്ധമായ ശൈലിയിൽ ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മക്കൾ 3 പേരും പറഞ്ഞു, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഈ മക്കൾ 3 പേരും ഭവനത്തിലേക്ക് വന്നു. ഭവനത്തിന്റെ ഉള്ളിൽ കയറി. അമ്മ കിടന്നിരുന്ന മുറിക്കുള്ളിൽ കയറി. അമ്മയുടെ മുറിക്കുള്ളിൽ ഇരുന്ന അലമാര കുത്തി തുറന്നു. അമ്മ ധരിച്ചിരുന്ന ആഭരണങ്ങൾക്ക് വേണ്ടിയും അമ്മ സൂക്ഷിച്ചിരുന്ന പടക്കിഴിക്ക് വേണ്ടിയും കടിപിടി കൂടുന്ന ഈ 3 മക്കളുടെ ചിത്രങ്ങൾ നമ്മളുടെയൊക്കെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുകയും വേദനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പഴമൊഴി പ്രകാരമുണ്ട്: മക്കളെ കണ്ടും മാമ്പു കണ്ടും ഒന്നും മോഹിക്കരുത്. പലപ്പോഴും നമ്മളുടെ മക്കളും വറ്റിപ്പോകുന്ന കിണറുകളായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ മക്കളെയും അടച്ചാക്ഷേപിച്ചൊന്നുമല്ല പറയുന്നത്. എന്നാലും ഇന്നത്തെ സമൂഹത്തിന്റെ സ്ഥിതി പ്രകാരം നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. നമ്മുടെ മക്കളൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്:
ഞങ്ങൾ എന്ത് പണിയുവാൻ പോവുകയാണ്? സാമ്രാജ്യം പണിയുവാൻ പോവുകയാണ്. സ്വർഗരാജ്യതുല്യമായ സാമ്രാജ്യം പണിയുവാനായിട്ട് ഞങ്ങൾ ഒരുക്കത്തിലാണ്, പണിയുവാനായിട്ട് പോവുകയാണെന്ന് നമ്മുടെ മക്കൾ പലപ്പോഴും പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറയണം, നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ നിങ്ങൾ എത്ര സ്വർഗരാജ്യം പണിയുവാൻ ശ്രമിച്ചാലും നിങ്ങൾ പണിയുവാൻ പോകുന്നത് നരകാഗ്നിയുടെ വാതിലാണ് എന്നുള്ള ഉത്തമമായ ഒരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പകർന്നു കൊടുക്കുവാനായിട്ട് സാധ്യമാകേണ്ടിയിരിക്കുന്നു. ശമരിയാക്കാരി സ്ത്രീയോട് ഈശ്വരൻ പറയുക, വറ്റിപ്പോകുന്ന കിണറിനെയല്ല, വറ്റിപ്പോകാത്ത ജീവന്റെ ഉറവിനെ നീ ഒന്ന് ധ്യാനിക്കണം. കാക്കയുടെ വരവ് നിലച്ചു പോകുമ്പോഴും കിരീടത്തോട് വറ്റിപ്പോകുമ്പോഴും ഏലിയാവേ നീ എഴുന്നേൽക്കുക, അപ്പം തിന്നുക എന്ന് പറഞ്ഞ് അവനെ വഴി നടത്തിയ ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് നമ്മുടെ ഈ ജീവന്റെ ഉറവയെ യാഥാർത്ഥ്യബോധ്യത്തോടുകൂടി ഒന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ ചിന്തയ്ക്ക് ഇവിടെ വിരാമിടുകയാണ്. നാം നമ്മുടെ ജീവന്റെ ഉറവയെ ഒന്ന് ധ്യാനിക്കണം. രണ്ടാമത്തെ ചിന്തയിലേക്ക് കിടക്കുകയാണ്. 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. യേശു അവളോട് പോയി എന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി, 5 ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് പറയുക. യേശുദമ്പുരാൻ ശമരിയാക്കാരി സ്ത്രീയോട് പറയുകയാണ്, നീ നിന്റെ ഭർത്താവിനെ ഒന്ന് പോയി വിളിച്ചുകൊണ്ട് വരിക. ശമരിയാക്കാരി സ്ത്രീ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല. നിനക്ക് ഭർത്താവില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ്, പക്ഷെ നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, നിന്റെ കൂടെ ഇപ്പോഴും ഒരുത്തൻ ഉണ്ട് എന്ന് യേശുദമ്പുരാൻ ശമരിയാക്കാരി സ്ത്രീയോട് പറയുകയാണ്. നമ്മുടെ ഈ യോർദാൻപുരം ഈ ദേശത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി ആദ്യമായി നമ്മളുടെ ഈ ദേവാലയത്തിലേക്കും ഈ പരിസര പ്രദേശത്തേക്കും വന്നു എന്ന് ചിന്തിക്കുക. ആ വരുന്ന പെൺകുട്ടിയോട് നിങ്ങൾ ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവ് എവിടെ എന്നൊരു ചോദ്യം ചോദിക്കുകയും അപ്പോൾ ആ പെൺകുട്ടി മറുപടിയായിട്ട് എനിക്ക് ഭർത്താവില്ല എന്ന് ഒറ്റവാക്കിൽ മറുപടി പറയുക. നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും ചോദിക്കുമോ? ചോദിക്കത്തില്ല. പെൺകുട്ടിയോട് ചോദിക്കത്തില്ല. പെൺകുട്ടിയുടെ അയലത്തെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പറയും. തമാശയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. യേശുദമ്പുരാൻ ശമരിയാക്കാരി സ്ത്രീയോട് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ. എനിക്ക് ഭർത്താവില്ല. നിനക്ക് ഭർത്താവില്ല, ശരിയാണ്, പക്ഷെ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, നിന്റെ കൂടെ ഇപ്പോഴും ഒരുത്തനുണ്ട്, അവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറയുകയാണ്. യേശുദമ്പുരാൻ ശമരിയാക്കാരി സ്ത്രീയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, അന്തർഭാഗങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണ്. അവളുടെ ഹൃദയാന്തർഭാഗങ്ങളിൽ എന്തൊക്കെയോ മറഞ്ഞു കിടപ്പുണ്ട്. അതിനെ ഒന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരുവാൻ യേശുദമ്പുരാൻ അവിടെ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. യേശുദമ്പുരാൻ ശമരിയാക്കാരി സ്ത്രീയോട് രണ്ടാമത് പറയുകയാണ്, യു മസ്റ്റ് ബി മെഡിറ്റേറ്റ് ദ ഫ്ലോ ഓഫ് യുവർ ലൈഫ്. നീ നിന്റെ ജീവിതത്തിലെ കുറവിനെ നീ ഒന്ന് ധ്യാനിക്കണമെന്ന് ശമരിയാക്കാരി സ്ത്രീയോട് യേശുദമ്പുരാൻ പറയുകയാണ്. യു മസ്റ്റ് ബി മെഡിറ്റേറ്റ് ദ ഫ്ലോ ഓർ ഡിഫെക്റ്റ് ഓഫ് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിലെ കുറവിനെ നീ ഒന്ന് ധ്യാനിക്കണമെന്ന് ശമരിയാക്കാരി സ്ത്രീയോട് യേശുദമ്പുരാൻ പറയുകയാണ്. ഏകദേശം 400 വർഷത്തോളം അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ശമരിയാക്കാരി സ്ത്രീ അവിടെ നിൽക്കുന്നത്. അപ്പോൾ യേശുദമ്പുരാനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ പറയുന്നു
ഈ മലയിൽ ആരാധിക്കണം. നിങ്ങളുടെ പിതാക്കന്മാർ പറയുന്നു ആ മലയിൽ ആരാധിക്കണം. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ശമരിയക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹൃദയത്തിന്റെ വേദനകളെ, പ്രയാസങ്ങളെ, നൊമ്പരങ്ങളെ അവൾ ഇറക്കി വെക്കുവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അവൾ ആ മലയിൽ പോയി ആരാധിച്ചിട്ടുണ്ട്, ഈ മലയിൽ പോയി ആരാധിച്ചിട്ടുണ്ട്. അവൾ ആരാധിക്കാത്ത ഇടങ്ങളൊന്നുമില്ല. ഇതൊക്കെ യേശു തമ്പുരാൻ മനസ്സിലാക്കിയിട്ട് അവളോട് പറയുക, നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, ആ കുറവിനെ നീ ഒന്ന് ധ്യാനിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ നോമ്പിന്റെ പൂർത്തീകരണത്തിലെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില കുറവുകളുണ്ട്. വിശ്വസ്തയോടെ ആ കുറവിനെ ഒന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടിയിരിക്കുന്നു. ഞാൻ മുൻപേ പറഞ്ഞ വേദഭാഗത്തിലേക്ക് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. ഈ യാക്കോബ് കടവിൽ വന്നു നിന്നുകൊണ്ട് ദൈവത്തിന്റെ ദൂതനുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തുന്നു. ആ മൽപ്പിടുത്തത്തിന്റെ ഇടയ്ക്ക് ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനോട് ചോദിക്കുകയാണ്. എന്ത് ചോദിച്ചേ? നിന്റെ പേര് എന്ന്. ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനോട് ചോദിക്കുകയാണ്, നിന്റെ പേര് എന്ത്? നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്തുവാ? ദൈവത്തിന്റെ ദൂതനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ സർവ്വചരാചരങ്ങളെയും ഈ അണ്ടകടാകത്തെയും സൃഷ്ടിച്ചവന് ഒന്നും പറഞ്ഞിരിക്കുന്നില്ല, എല്ലാം അറിയാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനോട് ചോദിക്കുകയാണ്, നിന്റെ പേര്. സന്ധ്യ മുതൽ ഉഷസ് വരെ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനോട് ചോദിക്കുകയാണ്, നിന്റെ പേര്. ദൈവത്തിന്റെ ദൂതൻ അറിയിപ്പിക്കുകയോ അത് യാക്കോബാണെന്ന്? പിന്നെന്തിനാണ് ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനോട് ചോദിച്ചത് നിന്റെ പേരെന്താണെന്ന്? ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞങ്ങള് പറഞ്ഞത് കൊണ്ട് തന്നെ ദിവസം വായിക്കും, പിന്നെ റിനോവേഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ഈ ചെവി കൂടെ കേൾക്കും, ആ ചെവി കൂടെ കുറച്ചൊക്കെ പോകും, കുറച്ചൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കും. 20 വർഷങ്ങൾക്ക് യാക്കോബിന്റെ ജീവിതത്തിന്റെ യാക്കോബ് കടവിൽ വന്നു നിൽക്കുന്നതിന്റെയും 20 വർഷങ്ങൾക്ക് പിറകിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഉച്ച സമയത്ത് അവന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് യാക്കോബ് ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത്. ആരുടെ അടുക്കിലേക്കാണ്? അപ്പനായ ഇസ്ഹാക്കിന്റെ അടുക്കിലേക്ക്. ഇസ്ഹാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തുവായിരുന്നു? എന്തോ? കണ്ണ് കാണത്തില്ല. ഇസ്ഹാക്കിന് കണ്ണ് കാണത്തില്ല. കണ്ണ് കാണാത്ത അപ്പന്റെ അടുക്കിലേക്ക് യാക്കോബ് ചില മിമിക്രികളും ഫാൻസി ഡ്രസ്സും കളിച്ചുകൊണ്ട് വന്നു നിൽക്കുകയാണ്. അവകാശം, അനുഗ്രഹം നേടിയെടുക്കുവാനായിട്ട് അങ്ങനെ വന്ന് നിന്നിട്ട് കണ്ണു കാണാത്ത അപ്പനായ ഇസ്ഹാക്കിനോട് പറയുകയാണ്, അപ്പാ, ഞാൻ ഏശാവാണപ്പാ, എന്നെ അനുഗ്രഹിക്കപ്പ എന്ന് പറയുകയാണ്. അപ്പോൾ ഇസ്ഹാക്ക് യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്, എടാ, നിന്റെ ശബ്ദം ഏശാവിനെ പോലെ അല്ലല്ലോ, നിന്റെ ശബ്ദം യാക്കോബിനെ പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അന്നേരം യാക്കോബ് പറയുക, അല്ലപ്പാ, ഞാൻ ഏശാവാണപ്പാ, എന്നെ അനുഗ്രഹിക്കപ്പാ. നീ വന്നേ, നീ ഒന്ന് നീങ്ങി, ഞാൻ നിന്നെ ഒന്ന് തൊട്ടു നോക്കട്ടെ. അവന്റെ തല മുതൽ പാദം വരെ ഒന്ന് തൊട്ടു നോക്കി. എന്റെ സഹോദരനായ ഏശാവിൽ കാണുന്ന അതേ രോമാവൃതമായ ഒരു ശരീരഘടന ആരിൽ കണ്ടു? യാക്കോബിന്. യാക്കോബ് രോമാവൃതമായ ഒരു ഫാൻസി ഡ്രസ് ധരിച്ചുകൊണ്ട ഇസ്ഹാക്കിന്റെ അടുക്കൽ വന്നു. അങ്ങനെ അവൻ കണ്ണു കാണാത്ത അപ്പനെ കളിപ്പിച്ചുകൊണ്ട് അനുഗ്രഹം നേടിയെടുക്കുകയാണ്. ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനോട് ചോദിക്കുകയാണ്, നിന്റെ പേര് നിനക്ക് ഓർമ്മയുണ്ടോ?
20 വർഷങ്ങൾക്ക് മുൻപ് കണ്ണു കാണാത്ത നിന്റെ അപ്പനായ ഇസ്ഹാക്കിനെ കബളിപ്പിച്ച് പറ്റിച്ചുകൊണ്ട് അനുഗ്രഹം നേടിയെടുത്ത ആ സന്ദർഭവും ദിവസവും നീ ഓർക്കുന്നുണ്ടോ യാക്കോബേ എന്ന്? യാക്കോബിനോട് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനോട് പറയുകയാണ്, നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇനി ഇസ്രായേൽ എന്നാണ്. നീ മുൻപോട്ട് പോകുന്നത് യാക്കോബായിട്ടല്ല, നിന്റെ പേര് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. നിന്റെ പേര് ഇനി ഇസ്രായേൽ എന്നാണ്. നിന്റെ അപ്പനെ കളിപ്പിച്ച, അപ്പനെ പറ്റിച്ച ആ യാക്കോബായിട്ടല്ല നീ മുൻപോട്ട് പോകേണ്ടത്, ഇസ്രായേലിന് നാമം ധരിച്ചുകൊണ്ട് വേണം നീ മുൻപോട്ട് പോകേണ്ടത് എന്ന് യാക്കോബിനോട് ദൈവത്തിന്റെ ദൂതൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദേവാലയത്തിന്റെ അകത്തളത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിലെ കുറവ് എന്താണ് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വിളിയും നടത്തിപ്പും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും ആരാ? ദൈവത്തിന്റെ മക്കളാണ്. ആ വിളിക്ക് അനുസരിച്ചാണോ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുന്നതെന്ന് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. യാക്കോബിനോട് ദൈവം ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. യാക്കോബേ, നിന്റെ പിതാവാരെന്ന് നിനക്കറിയാമോ? ഇസ്ഹാക്ക്. ഇസ്ഹാക്കിന്റെ പിതാവാര? ഇസ്ഹാക്കിന്റെ അപ്പന്റെ പേരെന്തോ? അബ്രഹാം. അബ്രഹാം എന്ന് പറയുന്ന നിന്റെ വലിയപ്പനെ നിനക്ക് അറിയാമോ എന്ന് യാക്കോബിനോട് ദൈവം ചോദിക്കുകയാണ്. നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നതിലൂടെ ഒരു ദിവസം അതിരാവിലെ ദൈവത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് പിഞ്ചു ബാലനായ ഇസ്ഹാക്കിനെ കൊണ്ട് അബ്രഹാം എന്ന് പറയുന്ന പിതാവ് മോറിയ മലയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് കയറി ഈ പിഞ്ചു ബാലനെ അവിടെ വിറകിന്റെ മുകളിൽ കിടത്തിക്കൊണ്ട് ആ പിഞ്ചു ബാലനായ ഇസ്ഹാക്കിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് ബലിപീഠം പണിയുവാനായിട്ട് തയ്യാറായ ഒരു അപ്പന്റെ തലമുറയിൽപ്പെട്ട പിൻതലമുറക്കാരനാണ് നീ യാക്കോബ് എന്ന് ദൈവത്തിന്റെ ദൂതൻ അവനെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ചൂട്ടുകറ്റയുമായിട്ട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ കാലഘട്ടത്തിൽ ദേവാലയത്തിലേക്ക് വന്ന് നിന്നുകൊണ്ട് കണ്ണുനീരുകൾ ഒഴുക്കിക്കൊണ്ട് മാറത്തടിച്ചുകൊണ്ട് വിശ്വസ്തയോടുകൂടി നമ്മളുടെ കുറവുകളെ മനസ്സിലാക്കി കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു മുൻതലമുറ നമുക്കുണ്ടായിരുന്നു. എവിടെയൊക്കെയോ നമുക്ക് അത് കൈമോശം വന്നിരിക്കുകയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന എന്തോ ഒന്ന് ഞങ്ങൾക്കുണ്ടെന്ന്. എന്താ ഈ സത്യവിശ്വാസം? എന്താ ഈ ഓർത്തഡോക്സി? പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ ഒരു മനുഷ്യന്റെ പ്രസംഗമുണ്ട്. ആരുടെയാണ്? സ്തെഫാനോസ് എന്നതായുടെ പ്രസംഗം. തന്റെ ജീവിതത്തിൽ താൻ വിശ്വസിച്ചതായ ശരികളോട്, താൻ വിശ്വസിച്ചതായ വിശ്വാസത്തോട്, താൻ വിശ്വസിച്ചതായ സത്യങ്ങളോട്, നിലപാടുകളോട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വന്ന അനുഭവത്തിൽ കല്ലേറ് കൊള്ളപ്പെട്ട് രക്തസാക്ഷിയായി തീർന്ന് സഹതാപനം പ്രാപിക്കേണ്ടി വന്ന ഒരു മനുഷ്യനായിരുന്നു സ്തെഫാനോസ് മാഷ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പൗരോഹിത്യ ജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളും സത്യവിശ്വാസികളായ നിങ്ങളുമൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന സത്യവിശ്വാസത്തോട്, നമ്മൾ വിശ്വസിക്കുന്ന നിലപാടുകളോട് പലപ്പോഴും വെള്ളം ചേർത്തുകൊണ്ടല്ലേ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തയോടുകൂടി നമ്മുടെ കുറവുകളെ ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നോമ്പ് തുടങ്ങി 40 ദിവസം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ. നോമ്പ് തുടങ്ങിയ ദിവസം മുതൽ നമ്മൾ പല കാര്യങ്ങളും
വർജിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ആർജിക്കുവാൻ വേണ്ടി. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. നോൺ വെജായിട്ടുള്ള മത്സ്യം, മാംസം, മുട്ട, പാല് തുടങ്ങി ആദിയായതൊക്കെ നമ്മൾ വർജിച്ചു. അതിന് പറയുന്ന, മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, മതകരമായ കാര്യങ്ങൾ. എന്തോ മതകരമായ കാര്യങ്ങൾ. നമ്മുടെ ശരീരത്തിന്റെ ഹോർമോണുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആസ്വാദനം നൽകുന്നതിനെ വെടിയുന്നതിന് പറയുന്ന പേരാണ് മതകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത്. അതിന് പറയുന്ന പേരാണ് മോദകരമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വചന ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കയറുക, നമ്മുടെ മനസ്സിന് ആസ്വാദനം കൊടുക്കുക, നാളെ അതിരാവിലെ എഴുന്നേറ്റ് അയൽപ്പക്കത്തെ വീട്ടിൽ പോയിരുന്നുകൊണ്ട് അന്യന്റെ കുറ്റവും കുറവും ഒക്കെ പറയുക, ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതിന് പറയുന്ന പേരാണ് മോദകരമായ കാര്യങ്ങൾ എന്നുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, നോമ്പ് തുടങ്ങി ഈ 40 ദിവസവും മോദകരമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? മോദകരമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? നമ്മുടെ ഭക്ഷണം വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ നോമ്പ് നോറ്റവർ എത്ര പേരുണ്ടെന്നുള്ളത് ഞാൻ ചോദിച്ചു. നോമ്പ് തീരാൻ പോവാ, നോമ്പ് തുടങ്ങാൻ പോവല്ല, നോമ്പ് തീരാൻ പോവാ. നിങ്ങൾ വിശ്വസ്തയോടെ പറഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുകയും, മതകരമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചവർ എത്ര പേരുണ്ട്? മോദകരമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചവർ എത്ര പേരുണ്ട്? ഇത് രണ്ടും ഉപേക്ഷിച്ചവർ എത്ര പേരുണ്ട്? എന്റെ ദൈവമേ, നിങ്ങൾക്ക് വിശ്വസ്തയോടെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആരും കള്ളം പറയുവാനായിട്ട് ശ്രമിച്ചില്ലല്ലോ. ആഹാബിന് മുന്നിൽ നിൽക്കുന്ന ഏലിയാവ് വിശ്വസ്തനായിരുന്നു. ഹെരോദാവിന് മുന്നിൽ നിൽക്കുന്ന സ്നാപക യോഹന്നാൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശിരച്ഛേദം ഏൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിശ്വസ്തയോടെ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാനായിട്ട് തയ്യാറാകണം. ന്യായശാസ്ത്രി യേശുവിന്റെ അടുക്കൽ വന്ന് പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ യേശു ന്യായശാസ്ത്രിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ആത്മീകമായ ജീവിതമൊക്കെ വളരെ ശ്രേഷ്ഠതയോടുകൂടി നയിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും അന്ത്യനാളിൽ ന്യായവിധിയുടെ സമയത്ത് ദൈവം നമ്മുടെ കണക്ക് പുസ്തകം തുറന്നിട്ട് നമ്മളോടും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്. അത് കേൾക്കുവാനായിട്ട് ഇടയാകാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുനഃക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ശമരിയക്കാരി സ്ത്രീയോട് ഭർത്താവ് പറയുകയാണ്, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല. ശരിയാണ്, നിനക്ക് ഭർത്താവില്ല. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. നിന്റെ കൂടെ ഇപ്പോഴും ഒരുത്തരുണ്ട്. അപ്പൊ നിന്റെ ഭർത്താവില്ല. അവളുടെ ജീവിതത്തിൽ, അവളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില കുറവുകളുണ്ട്. ആ കുറവിനെ ഒന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ക്രിസ്തുവോട് ശ്രമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകളുണ്ട്. അതിനെ ഒന്ന് വിശ്വസ്തയോടെ മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാകണം. 3ാമത്തെ ചിന്തയിലേക്ക് കടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാം വാക്യം. 4-ാം അധ്യായം 29-ാം വാക്യം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് അവൾ പറഞ്ഞു. ഈ ശമരിയക്കാരി സ്ത്രീ താൻ തന്റെ ജീവിതത്തിലെ ഉറവിനെയും കുറവിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റത്തെ പറ്റി താൻ തന്റെ പട്ടണത്തിലേക്ക് ഇറങ്ങി ചെന്നതുകൊണ്ട് തന്റെ ജനത്തോട് പറയുകയാണ്, ഞാനൊരു മനുഷ്യനെ കണ്ടു.
അവനെന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അവനൊരു പക്ഷേ ക്രിസ്തു ആയിരിക്കുമെന്ന് തന്റെ ജനത്തോട് പറഞ്ഞു. തന്റെ ജനത്തെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവർക്ക് സാധ്യമായി. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, യു മസ്റ്റ് ബി മെഡിറ്റേറ്റ് ദ മാസ്റ്റർ ഓർ ലോർഡ് ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ സൃഷ്ടാവായ ഉടയവനെ നീ ഒന്ന് ധ്യാനിക്കണമെന്ന് യേശുക്രിസ്തു ശമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ നമ്മളോടും പറയുകയാണ്. അവളെ സംബന്ധിച്ച് പല കുഴപ്പങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ട്. അവൾ 5 വിവാഹം കഴിച്ചു. ഒരുവൻ അവളുടെ കൂടെ ഇപ്പോഴുമുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറും നെഗറ്റീവ് ശൈലിയുമായിരിക്കും നമ്മൾ അങ്ങനെയുള്ള സ്ത്രീയെ കാണുന്നത്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വിവാഹം കഴിച്ച നാളുകളിലൊക്കെ അവളുടെ മനസ്സിൽ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടായിരിക്കാം. അവളുടെ ഹൃദയത്തിന്റെ വേദനകളെയും ഹൃദയത്തിന്റെ വിങ്ങലുകളെയും നൊമ്പരങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരുവനായിരിക്കണം എന്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് എന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ വന്നിരിക്കും. പക്ഷെ അങ്ങനെ ഒരാളെ അവളുടെ ജീവിതത്തിൽ അവള് കണ്ടുമുട്ടിയില്ല. പക്ഷെ അവസാനം അവളുടെ ഹൃദയത്തിന്റെ വേദനകളെ നൊമ്പരങ്ങളെ മനസ്സിലാക്കുന്ന ഒരുവനെ അവൾ കണ്ടുമുട്ടുകയാണ്. അവളുടെ ഭർത്താവായിട്ടല്ല, അവളുടെ സൃഷ്ടാവായ ഉടയവനായിട്ട് അവൾ കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കുറവിനെയും നമ്മളൊന്ന് ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മളുടെ സൃഷ്ടാവായ ഉടയവനെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുഭൂരിപക്ഷവും ഭാര്യ ഭർത്താക്കന്മാരും മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമാണ്. ഭാര്യമാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ദിവസത്തിന്റെ 24 മണിക്കൂറിനുള്ള അടുത്ത സമയവും കൂടുതൽ സമയവും നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനോടുകൂടി മക്കളോടുകൂടി ഒരുമിച്ചാണല്ലോ. നിങ്ങളുടെ ഭർത്താവിന്റെ നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിന്റെ വേദനകളെ നൊമ്പരങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ? ഭർത്താക്കന്മാരോട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യമാരുടെ നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിന്റെ വേദനകളെ നൊമ്പരങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് ഒരു മകനെ മാതാപിതാക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ചൈവൻ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. എഞ്ചിനീയറിംഗിന് പഠിക്കുവാൻ പോകുവാൻ പറഞ്ഞിട്ട് പോലും പ്രകാരം വേണമെങ്കിലും അവന് സീറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവനതിന് തയ്യാറാകുന്നില്ല. അച്ഛനൊന്ന് പറഞ്ഞ് അവനെ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, മാതാപിതാക്കളും അവനും എൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ ഭവനത്തിലേക്ക് പോകും, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അവരുടെ ഭവനത്തിലേക്ക് ചെന്നു. മാതാപിതാക്കളെയും ആ മകനെയും മുമ്പിൽ നിർത്തി. മാതാപിതാക്കളോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറഞ്ഞു എന്ന് പറഞ്ഞു. മാതാപിതാക്കൾ രണ്ടുപേരും പറഞ്ഞു, അവന്റെ ചെറുപ്പം മുതലേ ഇന്ന് വരെയുള്ള സമയത്തിൽ അവന് വേണ്ടുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവൻ ഞങ്ങൾ പറയുന്ന വഴിയിലേക്ക് വരുന്നില്ല. ഞങ്ങൾക്ക് അവനൊരു എഞ്ചിനീയറായി കാണണമെന്ന് ആഗ്രഹം. അതിനുള്ള പഠനാവശ്യങ്ങളിലേക്ക് അവൻ ഉത്സാഹത്തോടെ പഠിക്കുന്നു. നിങ്ങളുടെ പരാതികൾ കഴിഞ്ഞു എന്ന് ചോദിച്ചു. കഴിഞ്ഞു എന്ന് പറഞ്ഞു. മകനെ മുമ്പിലേക്ക് മാറ്റി നിർത്തി. അവനോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ശരിക്കും 1-2 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നു എന്ന് അവകാശപ്പെടുന്നുവല്ലോ. എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇതുവരെ എനിക്ക് ഓർമ്മ വെച്ചിട്ട് എന്നെ ഒന്ന് കൂടെ ഇരുത്തി ഒരു ഭക്ഷണം വിളമ്പി തന്ന എൻ്റെ പ്രിയപ്പെട്ട മോനെ നീ ഒന്ന് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടില്ല.
എൻ്റെ മാതാപിതാക്കൾ മിക്കവാറും ഒഴിവ് സമയങ്ങളിൽ ഒരുമിച്ച് യാത്ര പോകാറുണ്ട്. ഞാനുണ്ടെങ്കിൽ പോലും എന്നെ അവർ കൂടെ കൂട്ടാറില്ല. പിന്നെ എന്തോ എൻ്റെ ജീവിതത്തിൽ ഇവര് നടത്തി തന്നത്. ഒത്തിരി കാര്യങ്ങളൊക്കെ നടത്തി തന്നു എന്ന് പറയുന്നു. എനിക്കതൊന്നും വലിയ കാര്യമല്ല. എന്നെ കൂടെ എൻ്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഒരിറ്റു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് എൻ്റെ മാതാപിതാക്കൾ ഓർമ്മ വെച്ച നാളെ മുതൽ ആയിട്ടില്ല. കൂടെ പോകുമ്പോൾ കൂടെ കൂട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു പോട്ടെ, ഇനി മാതാപിതാക്കൾ അത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. വേണ്ട അച്ഛാ, എനിക്ക് 10-20 വയസ്സ് കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തുകൊള്ളാം, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ പഠിച്ചോളാം. എന്നാലും എൻ്റെ മനസ്സിൽ ഈ വേദനയും പ്രയാസവും ഒക്കെ എൻ്റെ ദൈവം കാണുന്നുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ പ്രകാരം തന്നെയല്ലേ പരസ്പരം ഒന്ന് മനസ്സിലാക്കുവാൻ സാധ്യമാകാതെയല്ലേ നമ്മുടെ ജീവിതങ്ങൾ പോകുന്നത്. ഇപ്പൊ ദിവസവും 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. ആദം ഹവ്വയെ പരിഗ്രഹിച്ചൊരു വാക്യം. അതിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ തത്വീയമായി വരുന്നത് ആഡം ന്യൂ ഹിസ് വൈഫ് എന്ന. ആഡം ന്യൂ ഹിസ് വൈഫ്. ആദം തന്റെ ഭാര്യയെ അറിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ശാരീരികമായ അറിവിനേക്കാൾ ഉപരി മാനസികമായ ഒരു ഇഴയടക്കം പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ ഇന്ന് കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ബന്ധത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകും. ശമരിയാക്കാരി സ്ത്രീയിലൂടെ ആരൊക്കെ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്നെ മനസ്സിലാക്കുന്ന ഒരു സൃഷ്ടാവായ ഉടയവനുണ്ട്. അവനെ നീ ഒന്ന് വിശ്വസതയോടെ മനസ്സിലാക്കിയ നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അവൻ മാറ്റിക്കളയുമെന്ന് പറയുകയാണ്. ദാശ്മികയുടെ സുവിശേഷത്തിൽ ന്യായവിധിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ കർത്താവിന്റെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തെന്നൊക്കെ പറയുന്നു. കഴിയുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എന്തൊരു വേദനയായിരിക്കും ഇത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നിർവഹിച്ചു എന്ന് പറയുന്നു. പക്ഷെ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു വേദനയായിരിക്കും. ഇന്നിവിടെ ഈ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്നെ അറിയാവുന്ന എനിക്കറിയാത്ത ഒരാൾ വന്ന് എന്നോട് കുറച്ചധികം നേരം നിന്ന് സംസാരിക്കുകയാണ്. ആ സംസാരത്തിന്റെ അവസാനം എന്നോട് സംസാരിക്കാൻ വന്ന ആളോട് ഞാൻ പറയുകയാണ്, ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല, ആരാ എന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അത്രയും നേരം സംസാരിച്ച ആ വ്യക്തിക്കുണ്ടാകുന്ന വേദന എന്തുമാത്രമായിരിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്കെൻ്റെ ദൈവത്തിന് എന്നെ അറിയാമോ എന്നുള്ളത് പോലെ തന്നെ അതിനൊരു മറുവശം കൂടെയുണ്ട്. എനിക്ക് ദൈവത്തെ അറിയാമോ? എൻ്റെ ദൈവത്തിന് എന്നെ അറിയാമോ എന്ന ചോദ്യത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. എനിക്ക് ദൈവത്തെ അറിയാമോ? പലപ്പോഴും പ്രൊമ്യൂസറായിലെ പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന തക്സായിലെ പ്രാർത്ഥനകളിലുമൊക്കെ എഴുതി ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന ആ ത്രിയേക ദൈവത്തെ ഒന്ന് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിലൊന്ന് യാഥാർത്ഥ്യബോധ്യത്തോടെ എടുക്കുവാൻ എൻ്റെ തമ്പുരാനെ എനിക്ക് സാധ്യമാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് സാധ്യമാകുന്നില്ല. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നിട്ട് 3 വർഷം ആവുകയാണ്. ഒരു ദേവാലയത്തിൽ ആയിട്ട് 3 വർഷം ആവുകയാണ്. അവിടെ ചെന്നിട്ട് ഇതുവരെ ദേവാലയത്തിലേക്ക് വരാത്ത ഒരു അമ്മച്ചിയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ദേവാലയത്തിന്റെ പരിസര പ്രദേശം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ ആഭിമുഖ്യം വളരെയധികം ആഴത്തിൽ വേരൂന്നി ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭിമുഖ്യവും
അവരുടെ ഒരു ആകർഷണ വലയമൊക്കെ ഈ അമ്മച്ചിയിലും ഉളവായിട്ടുണ്ട്. അതുകൊണ്ട് അമ്മച്ചി ദേവാലയത്തിലേക്ക് വരാറില്ല. ഞാൻ പലപ്പോഴും ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ദേവാലയത്തിൽ വരണമെന്ന് പറയാറുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് അമ്മച്ചിയെ കാണുവാൻ പോയിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഭദ്രാസനം എത്ര പോലെയുള്ള തിരുമനസ്സുണ്ട്, മറിച്ച് ഒന്നും ചിന്തിച്ചില്ല, വിചാരിച്ചില്ല എങ്കിൽ ഞാൻ ഈ മെയ് മാസത്തോടുകൂടി എൻ്റെ ശുശ്രൂഷ കാലങ്ങൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മച്ചി എനിക്ക് വേണ്ടി ഒന്ന് ദേവാലയത്തിൽ വരാമോ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, എനിക്കൊരു കാര്യം അച്ഛനോട് ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, ചോദിച്ചു. ഇച്ചിരി ദേവാലയത്തിൽ വന്നിട്ട് 3 വർഷമാകുന്നു. എന്തെങ്കിലും അത്ഭുതം അച്ഛൻ ദേവാലയത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശരിയല്ല, ഞാനും ചിന്തിച്ചു. ഇവിടെ ഈ 2-2.25 വർഷമായിട്ട് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിട്ട് ഒരു ചെറിയ അത്ഭുതം പോലും ആ ദേവാലയത്തിൽ ചെയ്യുവാൻ എനിക്ക് സാധ്യമായിട്ടില്ല എന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു. അമ്മച്ചി പറഞ്ഞ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ആ കാപ്പായമൊക്കെ ധരിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ പനിയുള്ള അമ്മച്ചിയുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുമ്പോൾ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മച്ചിയുടെ പനി വിട്ടുമാറുന്ന ഒരു പ്രത്യക്ഷമായ ഒരു അത്ഭുതം ചെയ്യുവാൻ സാധ്യമായിട്ടുള്ള വച്ചായെന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിക്കുകയാണ്. ശുശ്രൂഷ ജീവിതത്തിന്റെ ശൈശവദശയിലായിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം എന്നെ അവിടെ കൈവിട്ടില്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ പറഞ്ഞു ഒരു കാര്യം ഞാൻ എന്നോട് പറയും. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, പുതിയകാവിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ഗോതമ്പ് പൊടിയുണ്ട്. ആ ഗോതമ്പ് പൊടി കൊണ്ട് ശുശ്രൂഷക്കാരൻ കുഴച്ചു വെച്ച് അടിച്ചു കാച്ചി ഉണ്ടാക്കുന്ന ഒരപ്പമുണ്ട്. ആ അപ്പം ആ ബലിപീഠത്തിന്മേൽ വെച്ച് ബലഹീനനും മൺമയനുമായ ഒരു പുരോഹിതൻ പിതൃപുത്ര പരിശുദ്ധ റൂഹായെ ആവസിച്ചുകൊണ്ട് അതിൽ റോഷ്മ ചെയ്യുമ്പോൾ അതിന്റെ കർത്താവിന്റെ തിരുശരീരമാകുന്നതിന് ബോധ്യം എനിക്കുണ്ട്, അത് സ്വീകരിക്കുന്ന അവിടുത്തെ ജനത്തിനുണ്ട്. ആ ബോധ്യം അമ്മച്ചിക്ക് ഉണ്ട് എങ്കിൽ വിശ്വസതയോടുകൂടി ആ കർത്താവിന്റെ തിരുശരീരവും ആ കർത്താവിന്റെ തിരുരക്തവും അനുഭവിച്ചാൽ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉറപ്പായും അത്ഭുതം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അമ്മച്ചി പിറ്റേ ആഴ്ച പള്ളിയിൽ വന്നു. വിശുദ്ധ കുർബാനയൊന്നും സ്വീകരിച്ചില്ല. അതിന്റെ പിറ്റേ ആഴ്ചയും പള്ളിയിൽ വന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഞാൻ ആ പറഞ്ഞതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അച്ഛൻ പോവില്ലേ, അച്ഛനൊരു സന്തോഷം ആയിക്കൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നത് എൻ്റെ സൃഷ്ടാവായ ഉടയവന്റെ തിരുശരീരവും തിരുരക്തവുമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത് നിൽക്കുന്ന ആള് ഹൂസോയോ സ്വീകരിക്കുവാൻ വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഹൂസോയോ പ്രാപിച്ചില്ലെങ്കിൽ ഒരു കുറവയ്ക്കോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഓടിപ്പിടിച്ച് വരുന്നൊരു സമൂഹമായി പലപ്പോഴും നമ്മൾ മാറിപ്പോയിട്ടുണ്ടോ എന്ന് ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ അനുതാപത്തോടുകൂടി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിന്റെ കർത്താവിന്റെ തിരുശരീരമാണ്, അതിന്റെ കർത്താവിന്റെ തിരുരക്തമാണ്. ഉത്തമ ബോധ്യത്തോടുകൂടി അതിനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല. ഇവിടെ വിവാഹം കഴിഞ്ഞാല് ആദ്യത്തെ 3 ദിവസം എവിടെയാണ് ചിറങ്ങും പോയി താമസിക്കുന്ന കാര്യം വീട്ടില്ല. ഞാനും അങ്ങനെ വിവാഹം കഴിച്ച് ആദ്യത്തെ 3 ദിവസം ഭാര്യയുടെ വീട്ടിൽ, കൊച്ചമ്മയുടെ വീട്ടിൽ താമസിക്കുവാനായിട്ട് പോയി. ആദ്യത്തെ ദിവസം രാത്രി കിടക്കുവാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കൊച്ചമ്മയോട് ഒരു കാര്യം പറഞ്ഞു. I can't commit my life to you.
ഐ കാൻ കമ്മിറ്റ് മൈ ലൈഫ് ടു യു. എനിക്ക് എൻ്റെ ജീവിതം നിന്നിൽ സമർപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ആദ്യത്തെ രാത്രിയിൽ ഒരു മണവാളൻ മണവാട്ടിയോട് പറയുവാൻ പറ്റിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ശെമ്മാശൻ തനിക്കായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു കൊച്ചമ്മയോട് പറയുവാൻ പറ്റിയ കാര്യമാണ്. അവള് ചിന്തിച്ച് കാണും, നിങ്ങൾക്ക് ഏതാണ്ട് ഉടായ്പൊക്കെ ഉണ്ട്, എന്തായാലും കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇപ്പൊ തന്നെ പറഞ്ഞാല് ഒഴിച്ചുവിടാൻ എളുപ്പമാണ്, കോടതിയിലൊന്നും പോകണ്ടല്ലോ. പക്ഷെ ഈ 3 വർഷത്തെ ശുശ്രൂഷ ജീവിതം പൂർത്തീകരിക്കുമ്പോൾ സ്വാമിക്ക് മനസ്സിലാകുന്നുണ്ട്, ഓരോ പുരോഹിതനും അവന്റെ ജീവിതത്തിലെ ആത്യന്തികമായ പ്രൈമറി ആയിട്ടുള്ള അവന് സ്ഥാനം കൊടുക്കുന്നത് സൃഷ്ടാവായ ഉടയവനാണ്. ആ സൃഷ്ടാവായ ഉടയവന് ആത്യന്തികമായ സ്ഥാനം കൊടുത്താൽ ആ സൃഷ്ടാവായ ഉടയവൻ തന്റെ ജീവിതത്തിലെ ബാക്കി വഴിത്താരങ്ങളെയൊക്കെ നിറവടിയായി മുൻപോട്ട് നയിക്കുമെന്നൊരു ബോധ്യം നമുക്കും വേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ആത്യന്തികമായ സ്ഥാനം നമ്മുടെ ദൈവത്തിന് കൊടുക്കണം. ഒരു എക്സസൈസ് കൂടി നൽകിക്കൊണ്ട് ഞാൻ പ്രസംഗം നിർത്തിക്കൊള്ളാം. ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഭാര്യമാരെ ആദ്യം ചെന്നിട്ട് വീട്ടിൽ കയറണം, കഥ കടക്കണം, ഭർത്താക്കന്മാരെ വീട്ടിൽ കയറ്റില്ല എന്നേക്കുമായിട്ടല്ല കേട്ടോ. ഭർത്താക്കന്മാർ പിറകെ ചെന്ന് കഥക് കൊട്ടണം, ഭാര്യമാര് കഥക് തുറക്കണം. ഭർത്താക്കന്മാരെ കാണുമ്പോൾ പറയണം, ഈ എന്റെ കർത്താവ്, എന്റെ ക്രിസ്തു ഇതാ എന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു എന്ന് പറയുവാൻ സാധ്യമാകണം. എന്റെ അച്ഛൻ കാണുമ്പോൾ നാളെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭർത്താക്കന്മാർ ആദ്യം വീട്ടിനുള്ളിൽ കയറണം, കഥകടയ്ക്കണം. എന്നേക്കുമായിട്ടല്ല, ഭാര്യമാര് പിറകെ ചെല്ലണം, കഥക് മുട്ടണം. ഭർത്താക്കന്മാരെ കഥക് തുറക്കണം, ഭാര്യമാരെ കാണുമ്പോൾ ഇപ്രകാരം പറയണം, എന്റെ കർത്താവ് എന്റെ ക്രിസ്തു ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു എന്ന് പറയണം. എന്റെ 30-40 വർഷം മുമ്പ് ഒരു വരവ് വന്നതാ, ഇതുവരെ എന്റെ പേടി മാറിയിട്ടില്ല. തമാശക്ക് പറഞ്ഞോ, എന്നാലും അതിനകത്തൊരു കാര്യം, പരസ്പരം ക്രിസ്തുവിനെ കാണുവാൻ സാധ്യമാകേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് സാധ്യമാകാതെ പോകുന്നുണ്ട്. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം പൂർത്തീകരിക്കുകയാണ്. ശമരിയാക്കാരി സ്ത്രീയും യേശു തമ്പുരാനും തമ്മിലുള്ള ദീർഘമായ സംഭാഷണം ശമരിയാക്കാരി സ്ത്രീയോട് യേശു തമ്പുരാൻ ഒന്നാമത് ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ പാരമ്പര്യത്തിലൊക്കെ ആത്മാഭിമാനം കൊണ്ടുവന്ന് വന്നു നിൽക്കുന്ന ഈ കിണറുണ്ടല്ലോ, ഇത് വറ്റിപ്പോകുന്ന കിണറാണ്. ആ വറ്റിപ്പോകുന്ന കിണറിനെയല്ല നീ ധ്യാനിക്കേണ്ടത്, മറിച്ച് ജീവന്റെ ഉറവിനെ നീ ധ്യാനിക്കണം. ജീവന്റെ ഉറവിനെ നീ ധ്യാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരു നാളും ദാഹിക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ നിത്യജീവന്റെ അച്ചാരം നിനക്കവൻ തരുമെന്ന് പറയുക. രണ്ടാമത് ശമരിയാക്കാരി സ്ത്രീയും യേശു തമ്പുരാൻ തമ്മിലുള്ള സംഭാഷണത്തിൽ ശമരിയാക്കാരി സ്ത്രീയോടും നമ്മളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ശമരിയാക്കാരി സ്ത്രീയെ, നിന്റെ ജീവിതത്തിൽ ഹൃദയാന്തര ഭാഗങ്ങളിൽ ചിലതൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്, ചില കുറവുകൾ നിനക്കുണ്ട്. ആ കുറവിനെ വിശ്വസ്തയോടെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അതൊന്ന് സമർപ്പിച്ചാൽ അവൻ നിറവുകളാക്കി അത് നിനക്ക് തരുമെന്ന് അവളോട് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത് ശമരിയാക്കാരി സ്ത്രീയോട് യേശു തമ്പുരാൻ പറയുകയാണ്, നിന്റെ കുറവിനെയും നിന്റെ ഉറവിനെയും നീ ധ്യാനിക്കേണ്ട. നിന്റെ സൃഷ്ടാവായ ഉടയവനെ നിനക്ക് കണ്ടെത്തുവാൻ സാധ്യമാണ്. അത് അനേകരിലേക്ക് പകരപ്പെടുവാനും സാധ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുറവിനെയും ധ്യാനിച്ച് നമ്മുടെ സൃഷ്ടാവായ ഉടയവനെ കണ്ടെത്തി
നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ നോമ്പിന്റെ പൂർത്തീകരണത്തിലെത്തുമ്പോൾ ആ ഉത്ഥാനത്തിന്റെ മഹാസമാധാനവും സന്തോഷവും പ്രത്യാശയും ഒക്കെ ഏറ്റെടുക്കുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധനവാന്റെ ഉപമയിൽ ഞാൻ ആമുഖമായി ഓർമ്മിച്ച എക്കോ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ, ധനവാന്റെ ഉപമയിൽ പ്രാർത്ഥിച്ചതുപോലെയല്ല, അബ്രഹാമിന്റെ വിരലിൻ മുമ്പിലുള്ള വെള്ളമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഒരിക്കലും നശിച്ചു പോകാത്ത ജീവജലമായ നിന്നെ സഹയാത്രികനായി കൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ നോമ്പിൽ അപ്രകാരം അവനെ സഹയാത്രികനായി കൂടെ കൂട്ടി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അവസരം തന്ന പ്രിയപ്പെട്ട വിനോദനോടും എന്നെ കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ദേവാലയത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ, ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ ആധ്യാത്മിക സംഘടന പ്രാർത്ഥന കൂട്ടായ്മ, എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. എവിടെയെങ്കിലും വെച്ച് കണ്ടാല് പരസ്പരം പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് സംസാരിക്കാമെന്ന പ്രത്യാശയോടുകൂടി നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.